അഭിപ്രായങ്ങളോട് പ്രതികരിക്കാം, ചൂട് ചിലത് പറയാം എന്നാണ്. രാവിലത്തെ ഉദ്ഘാടന സെഷനിലെ ആ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഭഗവത്ഗീത പഠിക്കാൻ കഴിഞ്ഞത്, അതിനുള്ള അവസരമുണ്ടായത് വളരെ വൈകിയാണ്. അത് പഠിച്ചപ്പോൾ വളരെ മഹത്തായ ഗ്രന്ഥമാണ്. അത് എല്ലാവർക്കും പഠിക്കാൻ അവസരമുണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മുടെ വേദാധികാര നിരൂപണത്തിൻ്റെ അടിസ്ഥാന തത്വം അറിവിന് വിലക്ക് കൽപ്പിക്കാൻ പാടില്ല. അടിസ്ഥാനപരമായ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമി ചോദിച്ചത് അറിവിനും രാജത്വവും. അപ്പോൾ അത്തരത്തിൽ അറിവിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തരം വിലക്ക് നിഷേധിക്കപ്പെടണം എന്നുള്ളിടത്താണ് അവിടെ. ഇത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ വേടൻ വരെ ചർച്ചയാണ്. വേടനേക്കാൾ വേടൻ ചർച്ച ചെയ്യപ്പെട്ട് കുഴപ്പമുണ്ടാക്കിയെന്നാണ് എൻ്റെ പക്ഷം. വേടൻ ആവശ്യമില്ലാത്തൊരു പ്രശസ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അനാവശ്യമായ കാര്യങ്ങളിൽ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ ഇടപെട്ടാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഹിന്ദു സമൂഹത്തിൻ്റെ ലെറ്റർപാടുകൾ ഈ നാമസംഘടനകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് ആക്ഷേപകരമായി തോന്നുന്ന തരത്തിലുള്ള വിവരക്കേടുകളാണെന്നുള്ളത് നിർഭാഗ്യവശാൽ പറയേണ്ടി. കാരണം അത് ആര് പറഞ്ഞാൽ, കാരണം ഇന്നത്തെ കാലത്ത് പഴയ കാലമല്ല, ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും സമൂഹത്തിലാക്കും വസ്തുനിഷ്ഠമായ അറിവ് ശേഖരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. അവിടെ വിഡ്ഢിത്തം വിളമ്പാതിരിക്കുക, അഥവാ വിളമ്പുന്നെങ്കിൽ അത് ഹിന്ദു മതത്തിൻ്റെ അഡ്രസ്സിലാകാതിരിക്കുക എന്നോ മിനിമം മര്യാദ കാണിക്കേണ്ടത്. രണ്ടാമത് ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ ഒരു സംവരണ വിഭാഗത്തിൽ പെടുന്ന ഒരാളുടെ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ചട്ടമ്പിസ്വാമികൾക്കും വേദോപനിഷത്തുകൾ പോലുള്ള പ്രൗഢമായ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം തിരുനെൽവേലിയിൽ പോയി പഠിച്ചതാണ് എന്നുള്ള ചരിത്രം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്രാഹ്മണനോ അമ്മ നായർ സ്ത്രീയുമായിട്ട്. അപ്പോൾ ഇതും നമ്മൾ കണക്കുണ്ട്. ഇത് രണ്ടും കണക്കെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, ഈ രാമായണ മാസ ആചരണവുമായി ബന്ധപ്പെട്ട ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ഡോക്ടർ ശ്യാംകുമാറാണ്. അദ്ദേഹം ദളിത് ചിന്തകൻ, സംസ്കൃതം പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞത്, എന്തിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർ രാമായണാദികൾ വായിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഗ്രന്ഥമല്ല, വാൽമീകി അധകൃതനുമല്ല ബ്രാഹ്മണൻ. ഇതിൻ്റെ കോൺട്രഡിക്ഷൻ മനസ്സിലായി. നമ്മളൊരു ആശയവുമായി സമൂഹത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലുള്ള വ്യത്യസ്ത ചിന്താധാരകളെ സൂക്ഷ്മമായി മനസ്സിലാക്കാതെ ഒരു സാധനം സമൂഹത്തിലേക്ക് ഇടരുത്. അപ്പം അതുകൊണ്ട് ഒരു കാലത്ത് പട്ടികജാതിക്കാരനോ വിദ്യാഭ്യാസം കിട്ടിയില്ല, അവനും കൊടുക്കണം, അവനും അവകാശപ്പെട്ടതാണ് എന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചുവെങ്കിൽ ഇന്ന് പിന്നോക്ക വിഭാഗത്തിലെ നേതാവ് പറയുന്നു, ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, ഇത് ബ്രാഹ്മണന്റെയാണ്, ഇത് നമ്മെ അടിമയാക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിൻ്റെ പൊളിറ്റിക്സാണ് പിന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ പഴയ രാഷ്ട്രീയക്കാരനായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, അവനെ ഹിന്ദു മതം എന്ന് പറയുന്ന കുളത്തിൽ നിന്ന് പിടിച്ച് കരക്കിലിടുക എന്നുള്ള ജോലി മാത്രമാണ് ഇയാൾക്ക്, അതായത് ഈ ശ്യാംകുമാർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടെ ഇറങ്ങി വീണ്ടും ന്യൂനപക്ഷമാകരുത്, തന്ത്രപരമായ മണ്ടത്തരം കാണിക്കും. ഒക്കുന്ന കാര്യമാണെങ്കിൽ വേണ്ടി, ഒക്കാത്ത കാര്യത്തിന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ ഞാനത് കാര്യമില്ല. അന്ന് ഇവിടുത്തെ ഒരുപാട് ആളുകൾ ആവേശത്തോടു കൂടി ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് പോകുന്ന ഞാൻ കണ്ടു. പിന്നാണ് ക്രിമിലെയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ കേരളത്തിന് നഷ്ടമാണ് എന്നാൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ സൂക്ഷ്മമായി പഠിക്കാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞത് വളരെ സങ്കീർണമായ വിഷയമാണ്. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ജാതിരഹിതമെന്നേ പറഞ്ഞുള്ളൂ. കേട്ടാൽ വളരെ ആകർഷകവും തുല്യതാബോധം ഉണ്ടാക്കുന്നതുമായ സാധനമാണ്. ഇന്ന് ഇവിടെ നടന്ന ചർച്ചകളിൽ നിന്നും പോയ മുനകളെല്ലാം പരിശോധിച്ചാൽ അത് വർണ്ണത്തിൽ പോയി, അത് സംവരണത്തിലെത്തി,
ഒരുപാട് തലങ്ങളിലേക്ക് വളരെ വളരെ വലിയ സെമിനാറുകൾക്ക് വിഷയമാകേണ്ട വലിയ വിഷയങ്ങളിലേക്ക് പോയി. അപ്പൊ ആനന്ദര്യം എന്ന് പറയുന്ന ദോഷം സംസ്കൃതത്തിൽ പറഞ്ഞ വ്യാകരണക്കാരത്തിയോട് ന്യായത്തിൽ ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതിനൊരു അതിര് കൽപ്പിക്കാൻ കഴിയാത്ത ഒരു തുറന്ന വിഷയം, ഒരു തുറന്ന എങ്ങും എത്താൻ കഴിയാത്ത തരത്തിലേക്ക് അതിൽ വളരെ വളരെ വ്യത്യസ്തമായ ഒരുപാട് ദിശയിലേക്ക് ഇത് വലിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഭാവനയിൽ പോയി. അപ്പൊ അവിടെ ഞാൻ അതെന്നെ പറഞ്ഞില്ല. കാരണം ചില കാര്യങ്ങൾ വർണ്ണം വേദത്തിലില്ല എന്നൊരു സന്യാസികളെ പറഞ്ഞു. അത് ന്യായസൂത്രത്തിന്റെ വാത്സ്യായന ഭാഷ്യം മുതലാണ് ഉണ്ടായിരുന്നു. ഇത് കേട്ട് ശരിയാണെന്ന് കരുതി നാളെ ഞാൻ പുറത്തുപോയി എവിടെങ്കിലും പ്രസംഗിച്ചാൽ വിവരമുള്ളവരുടെ ഞാൻ അടിമാറ്റോണ്ട് പോരുക. വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആരംഭിക്കുക. പക്ഷെ പുരുഷ സൂക്തത്തെ ശരിയായി വ്യാഖ്യാനിക്കാതെ ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും മറ്റിടത്തു നിന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നതിനെ എതിർക്കാൻ സന്യാസം വരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നത്തെ സമൂഹത്തിലെ നഴ്സറി ലെവലിൽ കച്ചവടം അടിക്കുന്നില്ല. അതുകൊണ്ട് ശരിയാണ്, ഒരു കാര്യം ശരിയാണ്, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സമയത്ത് ഉച്ചനീചത്വമോ കുടുംബാധിപത്യമോ അല്ലെങ്കിൽ വംശാധിപത്യമോ ആയിരുന്നില്ല. അത് സത്യമാണ്, അത് സ്ഥാപിക്കാൻ കഴിയും. അത് പുരുഷ സൂക്തത്തിലും സ്ഥാപിക്കാൻ കഴിയും. ഭഗവത്ഗീതയിലെ ചാതുർവർണ്ണ്യമായ കർമ്മ വിഭാഗസ്ഥാനുള്ളതിൽ സ്ഥാപിക്കാൻ കഴിയും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുടെ കാലമാകുമ്പോൾ വളരെ കൃത്യമായ ജാതിയുണ്ട്, യാഗമുണ്ട്. ഇനി ബ്രാഹ്മണൻ വേറെ പണി ചെയ്താൽ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു രാവിലെ. അങ്ങനെയാണെങ്കിൽ ദ്രോണരെ സസ്പെൻഡ് ചെയ്തില്ല, കൃപരെയൊന്നും സസ്പെൻഡ് ചെയ്തില്ല. ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അതുകൊണ്ട് ഇത് കരയോളം പരിഹാസമാക്കി പറ്റും. ഞാനുള്ള കാര്യം പറയും, എനിക്ക് കയ്യടിയിട്ടൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശരിയാണ്, സെലക്ഷനാണ്. ഇത് പറയുന്ന ഒരു കാര്യം പറയും, നമ്മളിത് പറയുമ്പോഴും ആളുകളിത് പറയുമ്പോഴും ഇന്നത്തെ ബുദ്ധിജീവികൾ ഇത് പറയുമ്പോഴും അവർ ചെയ്യുന്നത് ഹിന്ദുമതത്തിൽ മഹത്തായ ആശയങ്ങളുണ്ട്, ഇന്ത്യൻ ഫിലോസഫിയും ഹിന്ദു ഫിലോസഫിയും ലോകോത്തരമാണ് എന്ന് പറയുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിനകത്തിൽ എന്തുണ്ട്? ജാതിയുടെ ദോഷമുണ്ട് എന്നാ പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫിയിൽ എന്താ ഉള്ളത്? ഗ്രീക്ക് ഫിലോസഫിയിലെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയത് എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ മനുഷ്യനെ പ്ലേറ്റോ തരംതിരിച്ചിട്ടുണ്ട്. അതെന്താ പറയാട്ടെ? അവിടെ അടിമകളെ മനുഷ്യനായി കണ്ടിരുന്നില്ല. ഇവിടെ ഒരു സമസ്തമായ വിശ്വപുരുഷന്റെ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്ന അതൊരു വ്യക്തി അതല്ല. ഈ സകല ജീവജാലങ്ങളെയും ഒരു പുരുഷ രൂപത്തിൽ സങ്കല്പിച്ചാൽ അതാണ് വിരാട് പുരുഷൻ. ആ ഒന്നിൽ നിന്നാണ്, പലതിൽ നിന്നല്ല. ഇതെല്ലാം ഉണ്ടാക്കിയ നിർമ്മാണ വസ്തു പഞ്ചഭൂതമാണ്, അതിൽ ആത്മാവുമാണ്. പക്ഷെ ഇത് സമർത്ഥിക്കാൻ എന്താ സന്യാസിമാർ മുന്നോട്ട് വരാതെ? അപ്പൊ എന്തില്ല, അപ്പൊ അദ്വൈതിയല്ല. അദ്വൈതിയാണെങ്കിൽ മാത്രമേ അദ്വൈതം എന്ന ആശയം മനസ്സിൽ സ്വാംശീകരിച്ച് അതിന്റെ സത്ത മനസ്സിലാക്കിയാൽ മാത്രം, അതിന്റെ സത്ത മനസ്സിലാക്കുന്നവർക്ക് ഭേദബുദ്ധിയില്ല. പക്ഷെ പുസ്തകത്തിൽ നിന്ന് നേരത്തെ ആണ്ട് പറഞ്ഞതുപോലെ അദ്വൈതം പഠിച്ചാൽ കാസെടുക്കാം. അത് അയക്ക് സ്വാംശീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആർക്കോട്ട് മനസ്സിലാവുകയില്ല. അത് പിള്ളേരെ പിടിച്ചിരുത്തി പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടപ്പിലാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ആലോചിക്കുക. ഇവിടെ വേദാധികാര നിരൂപണം എഴുതിയപ്പോൾ ആദ്യം ഞാൻ പറയുന്നു, ചട്ടമ്പിസ്വാമികളുടെ പേരിലുള്ള സംഘടന ആത്മാർത്ഥമായി ചട്ടമ്പിസ്വാമികളോട് നീതി പുലർത്തുന്നുവെങ്കിൽ കാണാതെ പഠിക്കേണ്ട പുസ്തകമാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ വേദാധികാര നിരൂപണം. അതിനോട് 100% യോജിപ്പില്ലെങ്കിൽ നാരായണ ഗുരുവിന് പറ്റി ആർക്കും പറ്റും. പടത്തിൽ ആരുണ്ടാവും? ചട്ടമ്പിസ്വാമി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആളുകൾക്ക് ഈ വക്ക കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാനുള്ള ഒരുപാട് സോഴ്സ് ഉണ്ട്. അവരെന്റെ മുമ്പിൽ വന്നിരിക്കാത്തത് എന്താണെന്നാ ചോദിക്കുന്നതല്ലായിരുന്നു. അവർക്ക് സൗകര്യമില്ല, അത്രയും പിള്ളേർ. അവർക്ക് വന്നാൽ ഇരിക്കാൻ തോന്നില്ല, അവർ കഴിഞ്ഞു പോകും. അവരെ ആകർഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് ആവശ്യം. അതുകൊണ്ട്
എവിടേക്കേ വരത്തുള്ളൂ. അവിടെ നിന്നൊരു പുതിയ അറിവ് കിട്ടാനുണ്ടോ? ആ അറിവ് ഇക്കാലത്ത് റിലവൻ്റ് ആണ്, അതുകൊണ്ട് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കും. അതുകൊണ്ട് അദ്വൈതത്തിന് ഞാൻ പറഞ്ഞത് ഈ വിഷയം വളരെ വിപുലവും വിശാലവുമാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ കേട്ടത് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ പറയാനായിട്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു എങ്കിൽ എൻ്റെ അഭിപ്രായം ഹിന്ദു മതം എന്ന് പറയുന്നത് നേരിടുന്ന ഒരു ആന്തരിക വെല്ലുവിളിയാണ് അത്. ജാതീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥ. ആ അവസ്ഥയെ വളരെ സമർത്ഥമായി അതിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് ദുരുപയോഗം ചെയ്യുവാനുള്ള ശക്തികൾ അന്താരാഷ്ട്ര ലെവലിലുള്ള ധനസഹായത്തോടുകൂടി ശക്തവും. ഈ സാഹചര്യത്തിൽ അവരുടെ പണി എളുപ്പമാക്കി കൊടുക്കുന്ന പണിയാണ് വേടനെ കയറി ചൊറിയാൻ പോയി. അതുപോലെ ഈ ശാന്തകുമാറിൻ്റെ കാര്യം. അതുപോലെ നമ്മളൊരു പന്തുമായിട്ട് കോർട്ടിലേക്ക് പന്തിട്ടാൽ ആരെവിടെ ഗോളടിക്കുമെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഈ സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഇതിൽ ഓരോ വിഷയവും വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കി നിലപാട് വ്യക്തമാക്കണം. നമ്മുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിലാണ്. എന്താണ് ചാതുർവർണ്ണയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം? ആ സങ്കല്പം യുക്തിക്ക് നിരക്കുന്നതാകണം, വസ്തുതകൾ എടുത്തുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചാതുർവർണ്ണയത്തെ എൻ്റെ ഉദ്ദേശശുദ്ധിയെ അംഗീകരിക്കുന്നു, പക്ഷെ അംഗീകരിക്കുന്നില്ല. അതിനുശേഷം വന്ന ചാതുർവർണ്ണം നല്ലതാണെങ്കിൽ ചട്ടമ്പി സ്വാമികൾക്ക് വേദാധികാര നിരൂപണം എഴുതേണ്ട ആവശ്യമുണ്ട്. വേദത്തിന് അധികാരി ആരാണ് എന്ന് ബ്രാഹ്മണനെ ഇത്രയും വെട്ടിക്കീഴ് തള്ളിക്കളഞ്ഞ് ഇവിടെ ഇപ്പോഴത്തെ ബ്രാഹ്മണ ജാതികളെ കുറിച്ചല്ല ഈ പറയുന്നത്, മറിച്ച് ബ്രാഹ്മണ്യം അല്ലെ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുന്നു. ഏറ്റവും അവസാനം പറഞ്ഞ ഒരാൾ, ഞാൻ ജനിക്കുമ്പോൾ ഞാൻ ഹിന്ദു ആണെന്നാണ്, ബാക്കിയുള്ളവർക്ക് മാമോദിസയൊക്കെയുണ്ട്, എനിക്കതില്ല, അത് ഞാൻ എൻ്റെ തീരുമാനപ്രകാരം ഹിന്ദുവായതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, ജാതി രേഖപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ അതിന് വരാൻ പോകുന്ന മറുപടി മതം രേഖപ്പെടുത്തരുതെന്നാണ്. അത് സംഭവിക്കുമെന്ന് ആലോചിക്കുന്നു. ഒരു കുട്ടിയുടെ അവകാശം അവന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം പ്രായപൂർത്തിയാകുമ്പോഴാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതാണ് സംസ്കൃതം പഠിക്കണം. സംസ്കൃതം ബുദ്ധി പഠിക്കാൻ പറ്റും. പൂർവപക്ഷം ഉന്നയിച്ചിട്ടേ സിദ്ധാന്തപക്ഷമുള്ളൂ ഇല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് ഫൈനലൈസ് ചെയ്യുന്നത് അതിനെതിരെ വരാവുന്ന എല്ലാ ചോദ്യങ്ങളും സ്വയം ശിഷ്യൻ ചോദിച്ചില്ലെങ്കിൽ അധ്യാപകൻ ചോദിക്കും. ആ യുക്തിക്ക് വിരുദ്ധമായിട്ടൊന്നും സംസ്കൃതത്തിലില്ല. ഇപ്പം ഈ ആളുകൾ ഉപജീവനാർത്ഥം കൊണ്ടുണ്ടാക്കുന്ന സംസ്കൃതം അല്ല ഞാൻ പറഞ്ഞു, ലോജിക്കലാണ്. അപ്പോൾ ഒരാശയം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ ആശയം ഇതിനെതിരായി വരാൻ സാധ്യതയുള്ള എല്ലാ വാദമുഖങ്ങളെയും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ഉത്തരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവൂ. സംവാദത്തിന് പോയി തോക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ പോയ വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം പഠിക്കാത്തതാണ്, അതാണ് ഈ പഠിക്കില്ലെന്ന് കുഴപ്പം, അവർക്കുണ്ടാ കുഴപ്പം. ഹിന്ദു ആണെന്ന് എന്തുകൊണ്ട് വന്നു? ആർട്ടിക്കിൾ 25 പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പഠിക്കണം. അതും പഠിച്ചാൽ പോരാ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷനുണ്ട് വലിയ ഓഡിയൻസ് ആയിട്ട്. പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ സംക്ഷിപ്തമുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന കാര്യം ഇത്രയും ജാതി ഉള്ളത് കൊണ്ട് ഹിന്ദു എന്ന് ബ്രാക്കറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് എങ്ങനെയാണ്? പിന്നെ ഇദ്ദേഹം ആരാ? അംബേദ്കർ ബുദ്ധമതത്തിൽ ചേർന്ന് പറയുമ്പോൾ ബുദ്ധമതം കാട്ടിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹിന്ദു മതമാണ്. നമ്മൾ പറയുമ്പോൾ ബുദ്ധമതം എന്ന് പറയുന്നതേ ഉള്ളൂ. ബുദ്ധമതവും ജൈനമതവും എല്ലാം ഹിന്ദു മതമാണ് ആർട്ടിക്കിൾ 25 പ്രകാരം. ഇന്ത്യയിലുണ്ടായ, അതായത് വൈദേശിക മതങ്ങൾ, എബ്രഹാമിക് റിലീജിയൻസ് മാത്രമാണെന്ന് അതിനെല്ലാം പേരുണ്ട്. പക്ഷേ ഇന്ത്യയിലുണ്ടായ നിരവധിയായ ചിന്താധാരകൾക്ക് പ്രത്യേകിച്ച് പേരില്ല. ഇവിടെ റിലീജിയൻ ഇല്ല. മതം എന്ന വാക്കിനർത്ഥം റിലീജിയൻ എന്നല്ല. സംസ്കൃതത്തിൽ മതം എന്ന വാക്കിനർത്ഥം ഒപ്പീനിയൻ, അഭിപ്രായം എന്നേ അർത്ഥമുള്ളൂ. റിലീജിയൻ എന്ന അർത്ഥമില്ല. അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന ഒപ്പീനിയൻ എന്ന വാക്കിലാണ്, ആ അർത്ഥത്തിലാണ് ഭാരതത്തിൽ മതം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്കൃതത്തിൽ റിലീജിയൻ എന്നൊരു സങ്കല്പം നമുക്കില്ല. ഇവിടെ പ്രവാചകനുമില്ല, റിലീജിയനും ഇല്ല. അത് വൈദേശികമാണ്. എബ്രഹാമിക് റിലീജിയന് മാത്രം ബാധകമാണ്. ആദ്യം ഇവിടെ വന്ന ആളെ കൂട്ടി
അല്ല, പുറമ്പോക്ക് കിടക്കുമ്പോൾ കുറേ പേര് വളഞ്ഞിരുത്തി കൈവശമാക്കിയതുപോലെ ആക്കിയതാണ്. ബാക്കി ശേഷിച്ചതിനെ എല്ലാം കൂടെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളിൽ അതിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ്. അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഞാൻ മാമോദിസ ഒന്നും മുങ്ങിയിട്ടില്ല, ഞാൻ തീരുമാനം എടുത്തിട്ടുമില്ല, പക്ഷെ ഞാൻ ഹിന്ദുവായി പോയി. അംബേദ്കറാണ് എഴുതിയുണ്ടാക്കിയത്. ഇതിനെ എല്ലാം കൂടെ ഉണ്ടാക്കാനുള്ള കൂടെയാണ് അംബേദ്കർ ഉണ്ടാക്കിയത്. അംബേദ്കർ അതിനകത്തുനിന്ന് അപ്പുറത്ത് ഇനിയും കാസ്റ്റിസത്തിന് പറയുന്ന പേര് ഇവിടെ മാത്രമല്ല കാസ്റ്റിസം ഉണ്ടായത്. ചട്ടൻസാമിയുടെ പുസ്തകത്തിൽ പറയും റോമിൽ എങ്ങനെ ഉണ്ടായി, ഇംഗ്ലണ്ടിൽ എങ്ങനെ ഉണ്ടായി, രാജകുലം, പ്ലേഗ് എന്നൊക്കെ പറയാൻ അന്നത്തെ കാലം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ അംബേദ്കർ വാസ്തവത്തിൽ ജാതിയെക്കുറിച്ച് അദ്ദേഹം പറയും, ഡിവിഷൻ ഓഫ് ലേബറാണ് ജാതി എന്ന് പറയുമ്പോൾ അംബേദ്കർ പറയുന്നത് വാദം ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കാം. അംബേദ്കർ പറയും, ദി കാസ്റ്റ് സിസ്റ്റം ഈസ് നോട്ട് നിയർലി എ ഡിവിഷൻ ഓഫ് ലേബർ. അത് ഇന്ത്യൻ കോൺടക്സ്റ്റിലാണ്. ഇറ്റ് ഈസ് ഓൾസോ എ ഡിവിഷൻ ഓഫ് ലേബർ. മനസ്സിലായി? നിങ്ങൾ അംബേദ്കർ നമ്മൾ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കണം. വളരെ കൃത്യമായ വേദത്തിലെ എന്താണ് പുരുഷസൂത്രം മനസ്സിലാക്കണം, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കണം, അതിനുശേഷം വന്നിട്ടുള്ള അപജയത്തെക്കുറിച്ച് മനസ്സിലാക്കണം, അപജയത്തെ തള്ളി പറയണം. ഈ ഛത്രപതി സ്വാമികൾ വളരെ ഭംഗിയായിട്ട് വേദത്തെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു സന്യാസി പറയില്ല, ഒരു സന്യാസി അദ്ദേഹം പ്രവർത്തനത്തോടെ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘടന, ഛത്രപതി സ്വാമികളുടെ സംഘടന ഒരു നിലപാട് രൂപീകരിക്കുമ്പോൾ സാമൂഹ്യശാസ്ത്രവുമായി, വിദ്യാഭ്യാസവുമായിട്ടും പൊതുമണ്ഡലവുമായി, സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ വേദാധികാര നിരൂപണം പഠിക്കണം. വെറുതെ വായിച്ചാൽ മനസ്സിലാവത്തില്ല. സംസ്കൃതത്തിൻ്റെ സാമാന്യ ജ്ഞാനമില്ലാതെ മനസ്സിലാവില്ല. കാരണം അദ്ദേഹം സംസാരിച്ചത് ലേമാനോടല്ല, ഇതുപോലുള്ള വിശ്വസദസ്സുകളിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതിനെ വീണ്ടും ലളിതവൽക്കരിക്കേണ്ടതുണ്ട്. എങ്കിലേ അത് സമൂഹത്തിലേക്ക് എത്തും. അല്ലാതെ ഇപ്പോഴത്തെ വേദാധികാര നിരൂപണം എടുത്ത് വായിച്ചാൽ അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം. ഭഗവത്ഗീത വ്യാഖ്യാനത്തിലാണെന്ന് തോന്നുന്നു തിലകൻ പറയും, നമ്മൾ ഭാരതീയ ചിന്തയെ അല്ലെങ്കിൽ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളെ ആധുനിക വിദ്യാഭ്യാസം സൃഷ്ടിച്ച തലമുറയ്ക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ പറയണം. കാരണം ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസം നിലനിന്ന ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ ആധുനിക സമൂഹത്തിൽ പുതിയ വിദ്യാഭ്യാസം സൃഷ്ടിച്ചാലും മനസ്സിലാക്കുന്ന രൂപത്തിൽ, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രൂപത്തിൽ ഇതിനെയൊക്കെ റീഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദു മതത്തോട് താല്പര്യമുള്ളവർ ചെയ്യുന്നത്. പിന്നെ സംവരണം ഒരു ബോംബാണ്. അത് തൊടാൻ പോയിട്ട് അതിൻ്റെ അടുത്ത് പോകാനുള്ള ശക്തി ഉണ്ടോ എന്നാലോചിക്കും. ദുർബലനും കരുത്തനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിതുരന്റെ മഹാഭാരതത്തിലെ വിതുരനീതിയിൽ പറയും. അതുകൊണ്ട് ദുർബലനോട് പോയി ഏറ്റുമുട്ടി തല്ലുവാങ്ങി ഏറ്റുമുട്ടാൻ കഴിയുമെങ്കിലേ കിട്ടാം. ഇപ്പോഴത്തെ രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയമാണ്. പ്രായോഗിക രാഷ്ട്രീയം ഒരിക്കലും നഷ്ടക്കച്ചവടത്തിന് തയ്യാറാകും. അവർക്ക് കോമൺ സെൻസ് ഉണ്ട്, അവർക്ക് ആലോചിക്കാനുണ്ട്. പക്ഷെ അതിനുള്ള തറയൊരുക്കം നടത്തുക എന്ന് പറയുന്നതാണ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ രൂപം. ഇപ്പം നിലനിൽക്കുന്നതെല്ലാം ശരിയാണെന്നല്ല, എല്ലാം സമ്പൂർണ്ണമായി ശരിയാക്കുന്ന ഒരു സമൂഹവും ഒരിക്കലും ഒരിടത്തും ഉണ്ടാവില്ല. പഴയ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ തന്നെ കാറൽ മാർക്സ് പോലും എഴുന്നേറ്റൊന്നും വിമർശിക്കത്തില്ല. കാരണം അന്നത് ഉണ്ടാകണമെന്ന് അദ്ദേഹം പോലും പറയില്ല. കാരണം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവല്യൂഷണറിയാണ്. 100 കൊല്ലം മുമ്പോ 1000 കൊല്ലം മുമ്പോ വേദം എഴുതിയ കാലത്തോ എന്താ അത് ഉണ്ടാകാത്തതെന്ന് ആരും ചോദിക്കില്ല. അവിടെയാണ് വളരെ ഈ വാസ്തവത്തിൽ ഒരു ലോ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ കൊള്ളാവുന്ന പുസ്തകം കൂടിയാണ്. നിങ്ങളെ വേദാധികാര നിരൂപണം ഞാനത് പലയിടത്തും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്, ഞാനതിൻ്റെ നോട്ടും എടുത്തുണ്ടാകും.
പക്ഷേ ഞാനിത് പറയുന്നില്ല. ആക്ച്വലി നമ്മൾ കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് നോട്ടാണ്. അത് നിയമം, അത് പല ആംഗിളിൽ നിന്നുണ്ട്. എങ്ങനെ ഒരു എതിരാളിയെ ഖണ്ഡിച്ച് തോൽപ്പിക്കപ്പെടാം എന്നുള്ള തർക്കത്തിൻ്റെ കാര്യത്തിലെ തർക്കശാസ്ത്രത്തിൻ്റെ ഒരു നല്ല ആപ്ലിക്കേഷൻ കൂടാണ്. അതുകൊണ്ട് നമ്മുടെ നിലപാട് തറ വ്യക്തമാക്കുക എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര അടിത്തറയാണ് ആദ്യം ഭദ്രമാക്കുന്നത്. ക്ലാരിറ്റിയുള്ള തിങ്കിങ് ഉണ്ടാവും. ആ ക്ലാരിറ്റിയുള്ള തിങ്കിങ് വഴിവിളക്കാവേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന്, അദ്വൈതത്തെ ആർക്കും തർക്കിക്കാൻ പറ്റും. അതൊരു വിഭാഗീയ ചിന്തയാണെന്ന് ആർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് അദ്വൈതത്തിൻ്റെ ഇത് മുറുകെ പിടിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് എത്രയോ കാലത്തിന് മുമ്പ് ഇത്രയും എല്ലാവർക്കും വേണ്ടി വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ നിലപാടിനെ മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ശരി, ഇതുപോലെ ഇപ്പോൾ അവസാനം കുറേ സംഭവങ്ങൾ സമീപകാല കേരളത്തിലുണ്ടായ ഒരാൾ ചൂണ്ടിക്കാണിച്ചു. അത്തരം സംഭവങ്ങളോട് ഇത് ദുർബലന്റെ ഭാഗത്തു നിന്ന് പ്രതികരിക്കാനും തയ്യാറായെങ്കിൽ മാത്രമേ ഇന്ന് എലി വിഷമെടുക്കുന്ന പോലെ ഇന്ന് ഒരു സംഘടനയും കേരളത്തിലെ ഒരു സമൂഹത്തിലെ ആരും വിശ്വസിക്കില്ല. കാരണം അവർ ഏറെക്കുറെ ഏത് പറഞ്ഞുകൊണ്ട് എന്നാലും ഈ പറയുന്നതല്ല അവരുടെ ഇൻറ്റൻഷൻ എല്ലാവർക്കും. ഇനി മാസ് ബേസ് ഇല്ലാതെ ഒന്നും നടക്കത്തുമില്ല ജനാധിപത്യം. അപ്പം അതുകൊണ്ട് ഒന്ന്, ഹിന്ദു മതത്തിന് ദ്രോഹമാകുന്ന ആശയങ്ങൾ എടുത്തിട്ട് സ്വയം പ്രതിരോധത്തിലാകുക. എൻ്റെ അഭിപ്രായം പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ്. രണ്ടാമത്, നമ്മൾ ഇത് കൊണ്ടു ചെല്ലുമ്പോഴേ ഒരാൾ ആദ്യം ഇത് സംവരണത്തിൽ പിടിക്കാനാണെന്ന് ഇത് കേൾക്കുമ്പോഴേ തോന്നും. പൊളിറ്റിക്സ് അറിയാവുന്ന ഒരാളാണ്. അവസാനം പക്ഷേ സംവരണത്തിൽ ഒരുപാട് കുഴപ്പമുണ്ട്. പക്ഷേ ആ സംവരണത്തിലെ കുഴപ്പങ്ങളെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? എൻ്റെ അഭിപ്രായം അതിനൊരു ഫലപ്രദമായ സാധനം കൊണ്ടുവന്നത് കോടതി ക്രിമിനൽ. കാരണം അത് ഒരു വിഭാഗം തന്നെ ആവർത്തിച്ച് എൻജോയ് ചെയ്യുന്നതിന് പകരം അത് മറ്റു വിഭാഗത്തിലേക്ക് കൂടെ, അത് വളരെയേറെ വലിയൊരു അടിയാണ് ആർക്ക്? സംവരണം കിട്ടുന്ന വിഭാഗം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത് പടിപടിയായി അതിന് പുതിയ ഇദ്ദേഹം പറഞ്ഞത് വളരെ സമൃദ്ധമായ ഒരു കാര്യമാണ്. കാരണം പക്ഷെ അതിന് ജാതി രേഖപ്പെടുത്താതെ പറ്റില്ലല്ലോ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അത് വളരെ ഒരു ബുദ്ധിപരമായ കണ്ടെത്തലാണത് എന്നുള്ള കാര്യത്തിൽ ഞാനത് അപേക്ഷിച്ചു. പക്ഷേ അത് ഇപ്പോൾ പരസ്യമായി പറയാൻ വേണ്ടി അത് വേണമെങ്കിൽ ആൾക്കാർക്ക് ലേഖനങ്ങളായിട്ട് എഴുതാം. ആരുടെയും പേരിലല്ലാതെ ഈ ആശയമണ്ഡലത്തിലേക്ക് അതിനെ തള്ളിവിടാം. പക്ഷേ അതിൻ്റെ വക്താവായ എത്ര പേർ അതിൻ്റെ കൂടെ ഉണ്ടാവും? കോമൺ സെൻസ് ഉള്ളൊരു വേറെ ജോലി അന്വേഷിച്ച് പോയി. കാരണം എവിടെയാണോ ജോലി, ഇവിടെ സംവരണം കിട്ടിയിട്ട് അതിനകത്ത് ഇരിക്കാനുണ്ട്. നമ്മൾ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം അത് ഒരുപാട് സങ്കീർണമായ വിഷയമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി വളരെ റിലവൻ്റാണ്. പക്ഷേ ആ ഉദ്ദേശശുദ്ധിയെ നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് നമ്മുടെ അതിനെക്കുറിച്ച് എങ്ങനെ സമൂഹത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനം. അവിടെ ഞാൻ പറയുന്നു, രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന്, വേടനെ പോയി കടത്തക്കൂട്ടി കല്ലെറിഞ്ഞതുപോലെ. രണ്ട്, ശ്യാമയായി വരുന്നില്ല, പക്ഷേ അയാൾ ഏറെ കൊള്ളാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. കാരണം അയാൾക്ക് ആകെ കൂടി ഒന്നും രണ്ടും വരികൾ അവിടെ കിടക്കുന്നത് എടുത്ത് പറഞ്ഞാണ് പിന്നെ താന്ത്രിക ഗ്രന്ഥങ്ങളിലേത് ഉദ്യോഗം ഉദ്ധരിക്കുന്നുണ്ട്. താന്ത്രിക ഗ്രന്ഥം അധികം ആൾക്കാർക്ക് അറിയില്ല, സംസ്കൃതം അറിയാവുന്നവർക്കും അറിയില്ല. കാരണം തന്ത്രവാരും പഠിക്കാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തന്ത്രത്തിൽ ജാതിയില്ല. പിന്നെ അതിനൊക്കെ കാണാവുന്ന ഒരുപാട് പുസ്തകങ്ങൾ കാണും, ഓരോരുത്തരും എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊക്കെ അത്രത്തോളം ആധികാരികത ഉണ്ടെന്നും നമുക്കറിയില്ല. അപ്പം അവിടെയൊക്കെ പിന്നെ രണ്ടാമതൊരു കാര്യം, ഹിന്ദു മതത്തിൽ വളരെ കൂടുതൽ അനാചാരങ്ങൾ, ബ്രാഹ്മണ്യം പഴയതിനേക്കാൾ ശക്തമായി കടന്നു വരികയും ആളുകളുടെ മൊത്തം പൈസ അവിടെ പോവുകയും ചെയ്തു. അതുകൊണ്ട് അവരാൾ പറഞ്ഞു, ഇവിടെ നമുക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഒരു അമ്പലം ഉണ്ടാകും. അപ്പം ഇപ്പം അമ്പലത്തിന് കുടുംബാമ്പലങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ വലിയ പാടുപെടുക എന്നുള്ളത്.
കാരണം അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും വരും, അമ്മയുടെ കുടുംബത്തിൽ നിന്നും വരും, മറ്റേ കുടുംബത്തിൽ നിന്നും വരും, എല്ലാം വരും. എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് ദൈവം എഴുന്നേറ്റ് പോകും. തിരിച്ച് വിളിച്ചോണ്ട് വന്ന് ഇരുത്തണമെങ്കിൽ ബ്രാഹ്മണൻ പറഞ്ഞു. അതിനാ പുനഃപ്രതിഷ്ഠ എന്ന് പറയും. അവന് ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടത്. ആര് ചോദിക്കുന്നു അതിനെക്കുറിച്ച്? ഹിന്ദുക്കളിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രം കാരണമാണിപ്പോൾ. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ കാരണം എന്തുകൊണ്ടാണ്? ആത്മീയത ആർക്കും വേണ്ട. അദ്വൈതം പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട. എനിക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകണമെന്ന് പറഞ്ഞൊരു പൂജയുണ്ടോ ഏതെങ്കിലും അമ്പലത്തിൽ? ഞാൻ എൻ്റെ കൂടെ പഠിച്ച അമ്പലം നടത്തുന്ന തിരുമേനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണോട് ചോദിച്ചു, ഇവിടെ എന്തെന്നാണ് ഇത് ഇങ്ങനെ പുതിയ പുതിയ പൂജകൾ വരുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഗോപാൽ നമ്മളൊക്കെ പണ്ട് ചായക്കടയിൽ പോയല്ലേ, ഇഡ്ഡലിയോ ദോശയൊക്കെ ഇല്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് കഴിക്കുക. ഇപ്പോൾ പോന്നവരോ ഇപ്പോൾ വേറെ പുതിയത്. ഇപ്പോൾ വരുന്നവർക്ക് പഴയ ഗണപതി ഹോമം പുഷ്പാഞ്ജലിയൊന്നും പോരാ. ഇത് കൊടുത്താലേ പറ്റൂ. അവർ സ്വന്തമായിട്ട് അമ്പലമുള്ള ഒരു നല്ല കുടുംബത്തിലെ തിരുമേനിയാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ അവനോട് ചോദിക്കും. അപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, മനസ്സിലായി? അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പോൾ ഇപ്പോഴത്തെ സപ്താഹാചാര്യന്മാർ, എൻ്റെ ദൈവമേ, ഈ വംശം, ഈ ആളുകൾക്ക് വല്ല കോമൺ സെൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പോയി 1-2 സപ്താഹങ്ങൾ ആദ്യന്തം സപ്താഹപൂർവ്വം കേൾക്കണം. അവിടുന്ന് ആരെങ്കിലും ഒരുത്തിനെ വിളിച്ചുകൊണ്ട് വരും, കമ്മിറ്റിക്കാർ വേറെ ഇതിന് പോകും. പക്ഷേ ഇവരവിടുന്ന് 10 പേരെ കസ്റ്റമേഴ്സ് ആക്കി ഉണ്ടാക്കും. കാരണം എല്ലാ കാര്യത്തിലുള്ള കാര്യമുണ്ട്. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ, ഭർത്താവിന് രോഗം മാറാതുണ്ടെങ്കിൽ, പിള്ളേർ പഠിക്കാത്തതുണ്ടെങ്കിൽ, എല്ലാത്തിനും മന്ത്രമുണ്ട്. ഞാൻ താമസിക്കുന്നത് ഇങ്ങടത്താണെന്നും ഫോൺ നമ്പർ ഇന്നതാണെന്നും എല്ലാം അവിടെ ഇരിക്കുന്ന ശ്രദ്ധാപൂർവ്വം കേൾക്കുന്ന ദൈവാധീനം കൊണ്ടാരും കേൾക്കാറുണ്ട്. പക്ഷെ ആ കേൾക്കുന്ന ആളുകളിൽ ഒരു നല്ല ശതമാനം വലിയ മനപ്രയാസമുള്ളവരാണ്. അവരുടെ ഉള്ള കാലത്തൂടെ പിന്നെ ഒരു നല്ല കാര്യം ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നതല്ല. ഇതെല്ലാം എല്ലാ ആളുകളും കൂടെ ചേർന്ന് അരി വെച്ചിരുന്നു. അതിനകത്ത് ജാതി മതമില്ല. അവിടെ പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. കാരണം അവിടെ ചെല്ലുമ്പോൾ അവരെ മാറ്റി നിർത്തുന്നു. കാരണം അത് എല്ലാവരും കൂടെ നമ്മൾ ഈ പണ്ട് പന്തി ഭോജനം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ ആചാര്യങ്ങൾ കൂടി ഉണ്ണാൻ ആളുടെ ആൾ വരുന്നു. അപ്പോഴിയാൾ പ്രഭാഷണം നടന്നു, ഇയാൾ പറയാതെ നോക്കാൻ പറ്റും. ആ വിശപ്പ് നിർത്തിക്കൊണ്ടാണ് ഇയാളുടെ പ്രയോഗം. വലിയ കഷ്ടമാണ് നമ്മുടെ കാര്യം. എന്തിനാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളെ നന്നായി പഠിച്ചിട്ട് ആന്തരികമായി തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. കൂടെ നിൽക്കുന്ന ആളുകളെന്ന് പറയപ്പെടുന്നവരെ. അപ്പം അവിടങ്ങളിൽ എങ്ങനെ നവീകരണമാക്കാം, ഈ ക്ഷേത്രങ്ങളെ എങ്ങനെ ഹിന്ദു ഫ്രണ്ട്ലി ആക്കാം, അവിടെ എങ്ങനെ മറ്റവനും കൂടെ എനിക്കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ഫീലുണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മസിൽ പവർ അനുസരിച്ച് ഏതാ മണി പവറും മനുഷ്യ പവറും മൈൻഡ് പവറുമാണ് 3 പവർ. അതനുസരിച്ച് ഏറ്റെടുക്കാം. ഒരു മാത്രം പറയുന്ന മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സാറിൻ്റെ 9 മാസം